ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് സന്നിധാനത്തെത്തിയ ഭക്തരുടെ എണ്ണം ഇപ്പോൾ 1,00,000 പിന്നിട്ടിരിക്കുകയാണ്. അതേസമയം ഇന്നലെ സന്നിധാനത്ത് നടന്ന ട്രാക്ടർ അപകടത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി മനീഷ് സന്നിധാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ശബരിമലയിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഇന്ന് വലിയ തിരക്കാണോ അനുഭവപ്പെടുന്നത്? ഈ സമയം തന്നെ 25,000-ലധികം അയ്യപ്പന്മാർ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞോ? മനു, ഗുഡ് മോർണിംഗ്. മനു, ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ആണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ഇത് ഏകദേശം 8 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 25,000-ലധികം അയ്യപ്പന്മാർ ശബരിമലയിൽ ദർശനം കണ്ട് മടങ്ങിയിരിക്കുന്നു എന്നതാണ്. ഇതിപ്പോൾ നിലവിൽ ഇപ്പോൾ 8:30 മണിയായി. ഇപ്പോൾ നിലവിൽ ഒരല്പം തിരക്കിനൊരു ആശ്വാസമുണ്ട്, തിരക്കൊരല്പം കുറവുണ്ട്. എന്നിരുന്നാലും ഫ്ലൈ ഓവറിൽ നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു ക്യൂ തന്നെ ഉണ്ട്. എന്നിരുന്നാലും ആർക്കും തന്നെ അധിക സമയമോ അല്ലെ മണിക്കൂറുകളോളമോ ഒന്നും കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാവരും മൂവ് ചെയ്ത് എല്ലാവരും നീങ്ങിക്കൊണ്ട് സോപാനത്തിലേക്ക് എത്തി അവർക്ക് ദർശനം ഉറപ്പാക്കുന്നുണ്ട്. അവർക്ക് ദർശനം ലഭിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സർക്കാരും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുണ്ട്. മറ്റ് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ വെയിലുണ്ട്. അപ്പോൾ ക്ഷീണിച്ച് വരുന്ന അയ്യപ്പന്മാർക്ക് കുടിക്കാനായിട്ട് ഇവിടെ വെള്ളവും മറ്റ് ലഘുഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റ് പോലെയുള്ള ലഘുഭക്ഷണങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ആർക്കും ആവശ്യത്തിന് വെള്ളം, എല്ലാവിധ സൗകര്യങ്ങളും, അതായത് ഒരു ഭക്തനും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളും ദേവസ്വം ബോർഡും പോലീസും സർക്കാർ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും പരിഭവങ്ങളോ പരാതികളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവർക്കും സുഗമമായി ദർശനം നേടാൻ സാധിക്കുന്നുണ്ട്. ഇന്നലെ മാത്രം എത്തിയ അയ്യപ്പന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 80,473 ഇത് ഈ ഒരാഴ്ചയിൽ, ഇന്നിപ്പോൾ ഞായറാഴ്ചയായി, കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഈ ഒരു ആഴ്ചയിൽ തന്നെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് രേഖപ്പെടുത്തിയത്. ഏകദേശം 1,10,000-ലധികം അയ്യപ്പന്മാരായിരുന്നു അന്ന് വന്നത്. എന്നിരുന്നാൽ പോലും ആർക്കും, ഇത്രയും തിരക്കുണ്ടെങ്കിൽ തന്നെ ആർക്കും ദർശനം ലഭിക്കാതെ മടങ്ങേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശബരിമല സന്നിധാനത്ത് ഇന്നലെ ഒരു ട്രാക്ടർ അപകടം ഉണ്ടാവുകയുണ്ടായി. ശബരിമലയിൽ ദർശനം കഴിഞ്ഞ് മടങ്ങിയ അയ്യപ്പന്മാർക്കിടയിലേക്ക് മാലിന്യവുമായി ഇറങ്ങി വന്നിരുന്ന ട്രാക്ടർ ഇന്നലെ നിലവിൽ ശബരിമലയിൽ ഏകദേശം വൈകിട്ട് 6 മണിയോടുകൂടി മഴ പെയ്തിരുന്നു. ആ മഴയത്ത് ട്രാക്ടർ നിയന്ത്രണം തെറ്റി അയ്യപ്പന്മാർക്കിടയിലേക്ക് ഇടിച്ചു കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുട്ടികളടക്കം 8 പേരും ആ അപകടത്തിൽപ്പെട്ടിരുന്നു. പക്ഷേ 2 പേരുടെ നില ഇന്നലെ അല്പം ഗുരുതരമായിരുന്നു. ഒരു മലയാളി, 2 തമിഴ്നാട് സ്വദേശികൾ, 5 ആന്ധ്ര സ്വദേശികൾ എന്നിവർക്കാണ് ഇന്നലെ പരിക്കേറ്റത്. അതിൽ ഒരു മലയാളി, ഇടുക്കി സ്വദേശിയായിട്ടുള്ള രാധാകൃഷ്ണൻ, അല്പം പരിക്ക് ഗുരുതരമായിരുന്നു. എന്നാൽ മറ്റൊന്ന് തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള വീരമണി, അദ്ദേഹത്തിനും പരിക്ക് അല്പം ഗുരുതരമായിരുന്നു. ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജിലും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ നിലവിൽ അറിയാൻ സാധിക്കുന്നത് അവരുടെ പരിക്കുകൾ അവർക്ക് സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. അവർ അപകടനില തരണം ചെയ്തു എന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസും NDR സംഘവും ഇവരെ സന്നിധാനത്തെ ആശുപത്രി, സർക്കാർ ആശുപത്രി ഉണ്ട്, അവിടെ എത്തിച്ച് പ്രാഥമികമായിട്ടുള്ള എല്ലാ ചികിത്സയും അവർക്ക് നൽകാൻ സാധിച്ചു എന്നതാണ്. അവിടെ എക്സ്റേ, ICU പോലുള്ള വെന്റിലേറ്റർ പോലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ സർക്കാർ ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികം ആർക്കും വലിയൊരു അപകടത്തിലേക്കോ വലിയ തീവ്രതയിലേക്കോ ഒരു അപകടം മാറേണ്ട ഒരു സാഹചര്യം ഒന്നും തന്നെ ഇന്നലെ ഉണ്ടായിട്ടില്ല. മനു.